നമുക്കിന്ന് ചിക്കൻ ബിരിയാണി റെസിപ്പി നോക്കാം. അപ്പോൾ സാധാരണ ഒരു ബിരിയാണി അല്ല ഇത്. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള യാതൊരുവിധ പൊടികളും ചേർക്കാതെ ചിക്കൻ മസാലപ്പൊടിയോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൊടിച്ചിട്ടുള്ള മസാലപ്പൊടിയോ മാത്രം ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് ഉള്ള ഒരു ബിരിയാണിയാണ്. അപ്പം നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ് വെച്ചിട്ടാണ്. നിങ്ങൾക്കിത് ജീരകശാല റൈസ് വെച്ചിട്ടോ ഏത് റൈസാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ചിട്ട് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസ് ഞാൻ എടുത്ത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂറൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഊറ്റിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് അരമണിക്കൂർ തന്നെ മതിയാവും. നമ്മളിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് കഴുകി വരഞ്ഞ് വൃത്തിയാക്കിയൊക്കെ എടുക്കുക. അപ്പോൾ ചിക്കൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചൊക്കെ എടുക്കുക. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ഗരം മസാലപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് പെരട്ടിയിട്ട് ഇത് ഒരു അരമണിക്കൂർ വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഡയറക്റ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് എല്ലാ സൈഡും ആകുന്ന രീതിയിലൊന്ന് പെരട്ടിയെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിനി മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ കുക്കറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യ് അങ്ങ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഓയിൽ ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റ്, കട്ട് ചെയ്തത് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനൊരു 1.5 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു പരുവം ആവുന്ന സമയത്ത് ഇതിലേക്കൊരു 4 സവാള ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയാണ്, അതുകൊണ്ടൊരു 4 എടുത്തിട്ടുണ്ട്. ഒത്തിരി വലുതാണെങ്കിൽ ഒരു 2-3 ഒക്കെ മതിയാവും. ഇനി സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതൊത്തിരി അങ്ങ് ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതുപോലെ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് 1 സ്പൂണിന് പകരം ഒരു 1.5 സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു തക്കാളി, നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളിയായിരുന്നു, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടുന്ന സമയത്ത് അതിൻ്റെ കൂടെ വേണമെങ്കിലും പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് എരിവിന് വേണ്ടിയിട്ട്. ഇനി അതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയും മതിയാവും, തക്കാളി ഒന്നും ഉടഞ്ഞങ്ങ് വരണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ആ മസാലയും ചിക്കനൊക്കെ തമ്മിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കൻ കുക്കാകുന്നതിനനുസരിച്ചിട്ട് വെള്ളം അതിൽ നിന്ന് തന്നെ വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി കുറച്ച് മല്ലിയില, പുതിനയിലയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എല്ലാം തമ്മിൽ യോജിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് മൂടി വയ്ക്കാം.
എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ഇവിടെ വേണം. അപ്പോൾ അത് ഒരു പ്രാവശ്യം മൂടി വെച്ചതിന് ശേഷം തുറന്ന് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇരുന്ന് നമുക്ക് ചിക്കൻ കുക്കായിട്ട് വരും. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വയ്ക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് കൊടുത്തും നന്നായിട്ട് ഇളക്കി കൊടുത്തും ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ചിക്കനിൽ നിന്ന് വന്ന വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുക. ഒത്തിരി വെള്ളത്തിൽ ചിക്കൻ എടുക്കരുത്. അപ്പോൾ ഈ ഒരു പരുവം ആകുന്നത് വരെ നമ്മളൊന്ന് വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നു. ഇതിലേക്ക് വീണ്ടും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വിതറിയിട്ട് കൊടുക്കുക. ഒത്തിരി അങ്ങ് തിക്കിയിട്ട് കൊടുക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് ഇനി വീണ്ടും മല്ലിയിലയും പുതിനയിലയും പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അതും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഇടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ കാഷ്നട്ട്, കിസ്മിസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പം ഞാനിതുപോലെ ലാസ്റ്റായിട്ട് ഇതുപോലെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മസാലപ്പൊടി മാത്രം ചേർത്തിട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊടികളൊന്നും ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയതെന്നേ തോന്നത്തില്ല. അതുപോലെ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ നോക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാലേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.